ഹായ്, നമ്മൾ നിർബന്ധമായിട്ടും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ഫ്രൂട്ട് പ്ലാന്റാണ് സ്വീറ്റ് ലൂബി. ചിലരൊക്കെ സ്വീറ്റ് ലൂബി ലവ്ലോലിക്കയാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ പഴം തൈ വേണ്ടെന്ന് പറയുന്നവരുണ്ട്. കാരണം ലവ്ലോലിക്ക എന്ന് പറഞ്ഞാൽ നമ്മളെ കാട്ടുലൂവിക്ക, അത് ഉപ്പിലിടാൻ മാത്രമേ പറ്റത്തുള്ളൂ, നമുക്ക് നേരെ കഴിക്കാനൊന്നും കൊള്ളാത്ത ഒരു പഴമാണ്. ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈയായാലും ലെയർ ചെയ്ത തൈയായാലും പെട്ടെന്ന് കായ പിടിക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് വെറൈറ്റികളൊക്കെ ഉണ്ട്, NR ലൂബി, അതുപോലെ ഐശ്വര്യ ലൂബി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൻ്റെ കായകൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള കായകളാണ് വരുന്നത്. ഇത് ഐശ്വര്യ ലൂബിക്ക് സീഡ് വളരെ ചെറുതായിരിക്കും, നമുക്ക് പഴത്തോടൊപ്പം തന്നെ കഴിക്കാൻ പറ്റിയ സീഡാണ് ഐശ്വര്യ ലൂബിക്ക് വരുന്നത്. NR ലൂബി അതുപോലെ കായ്ക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. 2 വർഷമൊക്കെ കായ്ക്കാൻ സമയം എടുക്കുന്നുണ്ട് NR ലൂബി ആകുമ്പോൾ. അപ്പോൾ നമുക്ക് ഇത് ഐശ്വര്യ ലൂബിയാണ്. അപ്പോൾ ഈ പഴം നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഇതിൻ്റെ റിവ്യൂ, നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് അത്യാവശ്യം നല്ല മൂപ്പായിട്ടുള്ളൊരു പഴമാണ്. നല്ല മധുരം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കണ്ട ഈ ഒരു കളറാണ് വരുന്നത്. അപ്പോൾ ഇതിൽ സീഡ് എന്ന് പറഞ്ഞാൽ ചെറിയ തക്കാളിക്കുരു പോലെയുള്ള ചെറിയ സീഡാണുള്ളത്. അത് നമുക്ക് പഴത്തിൻ്റെ കൂടെ തന്നെ കഴിക്കാം. നല്ല മധുരമുണ്ട്, നല്ലൊരു ടേസ്റ്റുള്ളൊരു പഴമാണ്. നമുക്ക് കാര്യമായിട്ട് ഇതിന് പരിചരണമൊന്നും വേണ്ട. നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ എല്ലാ സമയത്തും ഇതിൽ കായ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു സജഷൻ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബായ്.